ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ഇന്ന് നമ്മൾ ഭരണവാർഷികം ആചരിക്കുന്ന ദേവസി പേരയിൽ, ദേവസി കളത്തിപ്പറമ്പിൽ എന്നിവരുടെ ആത്മശാന്തിക്കും ജന്മദിനം ആഘോഷിക്കുന്ന ജോസ് ട്രിജോ മുക്കുങ്കലിൻ്റെ നന്മയ്ക്കും വേണ്ടി കുർബാന നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിക്കും. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിക്കും. ആമലയാറുകളേ, പൂമലപാണികളേ, പൈകിളിജാലങ്ങളേ, കർത്താവിനെ സ്തുതിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ പരിപാലകൻ, സകല നന്മകളുടെയും
ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അസാധാരണമായ എന്തോ സംഭവിച്ച പോലെ പരിഭ്രമിക്കരുത്. മിശിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കും. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും. മിശിഹായുടെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ അനുഗ്രഹീതർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നു. നിങ്ങളുടെ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ ഉപദ്രവകാരിയായി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരു പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ആ പേരിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിധിയുടെ സമയമായിരിക്കുന്നു. അതാദ്യം നമ്മളിലാണെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ നിർമ്മതനും പാപിയും എവിടെയായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ ആത്മാക്കളെ അവിശ്വാസിയായ വിശ്വസ്തനായ സ്രഷ്ടാവിന് ഭാരമേൽപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. 11-ാം അധ്യായം 29 മുതൽ വാക്യങ്ങൾ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നുവെന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. യോന നിനിവേക്കാർക്ക് അടയാളമായിരുന്നത് പോലെ മനുഷ്യപുത്രന് ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇത് ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനിവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ടവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇത് ഇവിടെ യോനായേക്കാൾ വലിയവൻ. കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. അടയാളങ്ങൾ നിശബ്ദമായി സംസാരിക്കുന്നവയാണ്. പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞല്ല നാം അറിയേണ്ടത്, ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്നുകൂടി അറിയണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും അത് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് വരുന്ന മകൻ്റെയും മകളുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ ഒരു മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ അത് അവർ നല്ല മാതാപിതാക്കളാണ് നമ്മൾ പറയാറുണ്ട്. പങ്കാളിയുടെ മുഖത്തേക്ക് നോക്കി ചേട്ടാ ഇന്ന് ഓഫീസിൽ എന്താണ് സംഭവിച്ചതെന്ന് വൈകുന്നേരം വരുന്ന ഭർത്താവിനെ നോക്കി ഒരു ഭാര്യയ്ക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് നിൻ്റെ ജീവിതത്തിലുണ്ടായ സങ്കടം എന്താണ്, സന്തോഷം എന്താണെന്ന് ചോദിക്കാൻ ഒരു ഭർത്താവിന് കഴിയുമെങ്കിൽ അടയാളങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണ് അവരെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് പറയുന്ന വാക്കുകൾക്കപ്പുറമുള്ള മനസ്സിൻ്റെ ഭാവങ്ങളെ തിരിച്ചറിയാൻ, അടയാളങ്ങൾ വ്യാഖ്യാനിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സ്വന്തമായവനെ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവനെ ഈ അടയാളങ്ങൾ തിരിച്ചറിയാനും അതിനെ വ്യാഖ്യാനിക്കാനും സാധിക്കുകയുള്ളൂ. ഇതിനുള്ള അനുഗ്രഹം കർത്താവിനോട് നമുക്ക് യാചിക്കാം.
അങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന അടയാളങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശത്തെ നമുക്ക് സ്വീകരിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസം പ്രതീക്ഷയോടുകൂടെ നിന്ന് കർത്താവെ അങ്ങയുടെ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗ്ഗരാജ്യം അവകാശമാവുകയും മരണം വഴി ഞങ്ങൾ നിലനിൽക്കുകയും ചെയ്ത ഞങ്ങൾ സഹോദരങ്ങളെ നിത്യപാദത്തിൽ ചേർക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സംഘടന ഉപയോഗിക്കുന്ന ഞങ്ങൾ സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡനങ്ങളെ കുറിച്ച് മരിച്ചയുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉദ്ധാന പ്രതീക്ഷമരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ പുനരുദ്ധാനത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിന് പ്രവചിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വരുന്ന ശോഭയുടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവം കടാക്ഷിക്കണമേ. ജീവിക്കുന്നവരായ ഞങ്ങളെ പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് മഹിമയോടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മരണവും തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാം ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെയും നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവായി ദിവ്യനിണത്താൽ മധ്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവ്വനാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമയനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാഥാനിൻ കീർത്തന ഗീതികളാ നിറയുന്നു വിണ്ണും ഭൂതലവും ഉന്നത വീതിയിലോശാന ദാവീദിൻ സുഖനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരെ വാഴ്ത്തി പാടിടാം. ഓശാന 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 ഓശാന. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തേടിയണഞ്ഞവനെ മർത്യനു മുക്തി പകർന്നവനെ അൾത്താരയിൽ ഞങ്ങൾ ഓർക്കുന്നു. കുരിശും നിൻ മരണവുത്ഥാനവും താരാനിൻ പുത്രനെ വീക്ഷിക്കണേ. കുരിശിലെ യാഗം നീ കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം പൊറുക്കേണമേ. സ്വർഗീയ വാതിൽ തുറക്കേണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ മേലധ്യക്ഷരായ ആലഞ്ചേരി ജോർജ് പിതാവിനും കരിയിൽ ആന്റണി പിതാവിനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഈ സമൂഹത്തിലെ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങേ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ സ്മരിക്കുന്ന ദേവസി പേരെയും ദേവസി കളത്തിപ്പറമ്പിൽ എന്നിവരുടെ ആത്മാക്കൾക്കും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജോ മുക്കുങ്കലിൻ്റെ ജീവിതത്തിനും വേണ്ടിയും എളിയവരായ ഞങ്ങൾക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വഴിയിൽ വന്നു, ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമാക്കിയിരുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യവശനത്തിന്റെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാർന്ന് സമീപിക്കാം. അനുതാപത്തോളം ക്ഷണത്തോടെ അപരാധങ്ങൾ പിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരിയോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിന്നെയുള്ളവർ വെടിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുക്കളെ വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോതറിയപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പൂടെ കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളിലും ആത്മാകടക്ഷം കാരണമാട്ടെ, ജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. അങ്ങയുടെ രാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകോപരിശുദ്ധനാകുന്നു, ഏകോപരിശുദ്ധനാകുന്നു, ഏകോപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും പാപങ്ങൾ പൊറുക്കുന്ന കാരണവാനുമായ കർത്താവേ, ഞങ്ങളുടെ നേർച്ചയുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലത്ത് ഭാഗത്തുറത്തണമേ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ആത്മാവിലേക്ക് കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോ, എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. ഇനിയൊരു നാളും ഈ ഒരു നാളും അങ്ങനിൽ നിന്നും വേർപിരിയരുത്. അങ്ങിൽ നിന്നും വേർപിരിയരുത്. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ആ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ആ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, ആ എന്റെ പ്രിയനെ, അങ്ങ് എപ്പോൾ എന്നെ അങ്ങ് എപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കണം. അങ്ങേയ്ക്കായി സ്വീകരിക്കും. ആമേൻ. ആമേൻ.
മിശിഹായുടെ ശരീരം നൽകട്ടെ. പിതൃദൂതനായ യേശു അങ്ങേ ദാസന്മാരായ വലിയവർക്ക് യാതൊരാർക്കും വരാതെ അങ്ങേ ഹൃദയത്തിൽ അറിയണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദുഷ്ടതയോടുള്ള അവരുടെ വിഷപ്പെട്ടവരായി മരണമാക്കാതെ അങ്ങേ നിർമ്മലമായി കാത്തോളമേ. ശ്രേഷ്ഠമായ കേരളത്തിലേക്ക് നിർവചിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്ഥലങ്ങളിലേക്ക് വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യണമേ. അങ്ങേ സ്നേഹം അവരെ ഓർമ്മ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പരസ്പരമായിരിക്കട്ടെ. അവരുടെ ശ്രമിക്കുന്നവർ ഇന്നത്തെ സൗഭാഗ്യപൂർവ്വമാക്കിയട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശു വൈദ്യുതിയെ പരിശുദ്ധമറിയമേ പരിശുദ്ധമായ വാർത്ത ശുദ്ധവും പരിശുദ്ധവും ജീവദായക ദൈവികമായ സംഭവിച്ചു. ഇവയിൽ പങ്കുവരപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദൈവത്തിന് ശ്രദ്ധയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, ജീവന്റെ മൂല്യം ലോകത്തെ പഠിപ്പിക്കുവാൻ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു തന്ന വിശുദ്ധ ജാനായുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഇടവകയോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ സാന്നിധ്യാനുഭവത്തിൽ ഒന്നിച്ചു കൂടുവാനും ഒരു സമൂഹമായി പ്രാർത്ഥിക്കാനും അനുയോജ്യമായ ഒരു ആലയം വേണമെന്ന് ഞങ്ങളുടെ ആഗ്രഹത്തെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പണിയാൻ പോകുന്ന ദേവാലയത്തെയും പരിസരങ്ങളെയും അങ്ങേ ദാനങ്ങളുടെ പുണ്യഭൂമിയാക്കണമേ. ഇവിടെ എത്തുന്നവരെ അങ്ങേ സൗഖ്യത്തിൻ്റെ കൃപകൾ കൊണ്ട് അഭിഷേകം ചെയ്യണമേ. അങ്ങേ ദിവ്യപ്രകാശത്താൽ നാനാജാതി മതസ്ഥരായവരുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കണമേ. അങ്ങേ അനുഗ്രഹത്തിൻ്റെ ഈ കൂടാരം നിർമ്മിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയേകണമേ. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ആമേ. വിശുദ്ധ ജാനാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥന. മരിയാംബികയെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവ്യലോകത്തെ അങ്ങ് സൃഷ്ടിച്ചു. നാഥേ, ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും തദനുസരിതം ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതം നയിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. ആമേ. സുഹൃത ജപം. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങേ സന്നിധിയിലെത്തട്ടെ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചവരുടെ കടങ്ങൾ പൊറുക്കണമേ. നിഷ്കളങ്കനായ ആബേലിൻ്റെ ആദിബലി പോലെയും നീതിമാനും നിർമ്മലനുമായ നോഹിൻ്റെയും സത്യപ്രവാചകനായ ഏലിയായുടെയും ബലികൾ പോലെയും വിധവയുടെ കൊച്ചു കാശ് പോലെയും അങ്ങേ ദാസർക്ക് വേണ്ടിയുള്ള ബലി സ്വീകരിക്കണമേ. അവിടെ ഇവർ ത്രിയേക ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ, സ്വസ്തി. So